ജനാധിപത്യ പ്രക്രിയയിൽ പരമ്പരാഗതമായ പ്രചരണ രീതികളൊക്കെ മാറിയിരിക്കുന്നു. പുതിയ രീതികളിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗം വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കണ്ട് അത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തും? ഇതാണ് ഞാൻ മലയാളി ഈ എപ്പിസോഡിലും പരിശോധിക്കുന്നത്. നമ്മൾ BJP ആദ്യമായിട്ട് ഈ മൊബൈൽ ഫോൺ വഴി എന്താണ് ഒരു മിസ് കോൾ മെമ്പർഷിപ്പ് കൊണ്ടുവല്ലോ. അപ്പൊ എല്ലാവരും ചിരിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ അപേക്ഷിച്ചിട്ട് എന്റെ നമ്പർ അവിടെ കിട്ടുക. പിന്നീട് അവർ ചെയ്തത് എന്താ അറിയോ? അത് എന്നെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അവർ ചെയ്തത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില് വോട്ടർ പട്ടികയുടെ ഒരു താള് 1, 2 അത് ഒരാൾക്ക് കൊടുക്കുന്നു. അയാളുടെ ജോലിയാണ്, BJP പ്രവർത്തകന്റെ ജോലിയാണ് ആ വീട്ടിൽ പോയിട്ട് എല്ലാ വിവരങ്ങളും ശേഖരിക്കുക, പേര്, അഡ്രസ്സ്, കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ പോലെ. പിന്നീട് അപ്പൊ ഇതിന് പന്ന പ്രമുഖ എന്നാണ് പേര് കൊടുത്തത്. ഈ പേജിന്റെ ചുമതലക്കാരനാണ് പന്ന പ്രമുഖ അല്ലേ? സോറി, പന്ന പ്രമുഖ. അതിന്റെ പേര് അപ്പൊ സാമ്പത്തിക വിവരങ്ങൾ അങ്ങനെ എല്ലാവരും തുറന്ന് പറയല്ലോ. അവരെന്താ ചെയ്യുന്നറിയോ? അവരിവരുടെ എല്ലാം ഇലക്ട്രിസിറ്റി ബില്ല് കളക്ട് ചെയ്തു. അപ്പൊ നമുക്കറിയാം 2 വർഷത്തിൽ 2 മാസത്തിൽ ഒരു 1500 വരുമെങ്കിൽ AC ഉണ്ടാവും, മറ്റേ ഉണ്ടാവും, മറിച്ച ഉണ്ടാവും. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊന്നുണ്ട്, ഈ മൈക്രോ മാക്രോ ടാർഗറ്റിംഗ്. അത് വളരെ കൃത്യമാണ്. ഇവർ UP എന്താണെന്ന് അറിയാം? UP 30-36% OBC ഉണ്ട്. അതിൽ 11% വരും നമ്മുടെ യാദവന്മാർ. ഈ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടൊക്കെ നല്ല പൈസയും നല്ല സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വോട്ട് അവർ കിട്ടത്തില്ല. അത് SP-ക്കും ഒക്കെ ആയിട്ടങ്ങ് പോകും. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരുടെ ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചത് ഇവരെ ഒഴിവാക്കിയിട്ട് മറ്റ് OBC-ക്കാരെ, ഇവരുടെ ഡേറ്റ ഉണ്ടല്ലോ, അങ്ങനെ അവരുടേതായ ഇത് കേട്ട് യാദവന്മാരെല്ലാം പൈസ ഉണ്ടാക്കി അവർ നിങ്ങളെ ഇത് ചൂഷണം ചെയ്യുന്നതുമായിട്ട് അങ്ങനെ മറ്റ് OBC പറഞ്ഞാൽ ഞാൻ അടിവരയിട്ടൊരു കാര്യം പറയട്ടെ. ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധമെന്ന് പറയുന്നത് ഡേറ്റയ്ക്ക് മുകളിൽ ആരുടെ കൺട്രോൾ, ആർക്കാണ് പവർഫുൾ ഡേറ്റ കൺട്രോൾ ചെയ്യാൻ ആർക്ക് പറ്റുന്നു അവരാണ് യുദ്ധം ജയിക്കാൻ പോകുന്നത്. ഇന്ന് ലോകത്ത് യുദ്ധം നടക്കാൻ പോകുന്നത് ഭൂമിക്ക് വേണ്ടിയിട്ടോ വെള്ളത്തിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല, ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലേ ജയകുമാരെ? ശരിയല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും. ഡേറ്റ നമ്മുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ, അതല്ലെങ്കിൽ ഡെമോഗ്രാഫി എന്ന് പറഞ്ഞ ഏജ്, അവരുടെ സെക്സ്, കാസ്റ്റ് എല്ലാം അതനുസരിച്ച് അത്തരം ഗ്രൂപ്പുകളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള റെലവന്റ് ഇൻഫർമേഷൻ അവരിൽ കൊണ്ടെത്തിക്കാൻ നമുക്കിന്ന് ഈ പ്ലാറ്റ്ഫോമുകൾ ഒരു സെക്കൻഡ്, ഇന്ന് എനിക്കറിയാവുന്ന കൊണ്ട് ഞാൻ പറയാണ്. അതായത് ഇന്ന് കേരളത്തിന് വേണമെങ്കിൽ ഏത് സ്ട്രാറ്റയിലുള്ള വോട്ടർമാരെ വേണമെങ്കിൽ നമുക്ക് മിനിറ്റ് വെച്ച് ടാർഗറ്റ് ചെയ്യാം. സന്ദീപ് ഒരുപക്ഷെ സന്ദീപിന്റെ ട്രേഡ് സീക്രട്ടറി പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്ക്വാഡ് പ്രവർത്തനം നടത്തണം, അവിടെ പോയി ഡേറ്റ ശേഖരിക്കണം എന്ന് പറയുന്നത്. അത് വെറുതെ പറയുന്നതാണ്, എനിക്കറിയാം. ഒരാവശ്യവും ഇല്ല. ഇന്ന് ഇവിടുത്തെ മൊബൈൽ കമ്പനികളുടെ കയ്യിൽ എല്ലാ ഡേറ്റാസും ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഏത് ബൂത്തിലാണ്, ഏത് പ്രായക്കാരാണ്, എത്ര രൂപയാണ് അവരുടെ ബില്ല്, അവർ ഏത് ചിന്താഗതിക്കാരാണ്, ഇതൊക്കെ അവർക്കറിയാം. ഇന്ന് വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഡേറ്റ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. മിസ്യൂസ് ഷാജ, ഇദ്ദേഹം ഈ ബൈബിൾ ഉരുവിടുന്ന പോലെ പറയുന്ന പോലെയാണ്. എല്ലാറ്റിലും എത്തിക്കൽ വേയും ഉണ്ട്, അൺഎത്തിക്കൽ വേയും ഉണ്ട്. എത്തിക്കൽ വേയിൽ ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും, അത് 100% ഷുവറാണ്. അതായത് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ വലിയ സ്ഥാപനം എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. അവ എല്ലാവരോടും കാശ് മേടിച്ചിട്ടാണ് സർവീസ് കൊടുത്തത്. ഇന്ന് ടെക്നോളജി എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറയുന്നത് ഗൂഗിളും ഫേസ്ബുക്കും തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ സാധാരണക്കാരോട് കാശ് മേടിക്കുന്നില്ല. ആ മോഡൽ തന്നെ മാറി. ഒരു സെക്കൻഡ്, ആ ബിസിനസ് മോഡൽ, അതായത് നിങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ഇപ്പോഴും ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ കാശ് കൊടുക്കണം. പക്ഷെ നിങ്ങൾ ഗൂഗിളിന്റെ സർവീസ് ലോകത്തുള്ള എല്ലാവരും ഉപയോഗിക്കാൻ സൗജന്യമായിട്ടാണ്. പൈസ ഉണ്ടാക്കുന്നവൻ പൈസ മുടക്കുന്നുണ്ടാവും. പക്ഷേ ഈ മോഡൽ ആണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ ഞാൻ പത്രം നടത്തും, ഞാൻ ആരുടെ കാശ് മേടിക്കാറില്ല. എന്താണ്? നമ്മൾ ഗൂഗിളിന്റെ മോഡലിന്റെ വഴിയാണ് നമ്മൾ പോകുന്നത്, ഫേസ്ബുക്കിന്റെ മോഡൽ വഴിയാണ് പോകുന്നത്. അപ്പോ അതിന്റെ വേറൊരു അതാണ്. അപ്പൊ ഡാറ്റ എന്ന് പറഞ്ഞ സാധനം ഫേക്ക് ന്യൂസ് കൂടുതൽ കൊടുക്കുന്നവരും വായനക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫേക്ക് ന്യൂസ്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നവമാധ്യമങ്ങളെ പ്രതികരിക്കുന്ന ആളല്ലേ. അതായത് ഒന്ന് സണ്ണിയോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, പൂർണ്ണമായും വിയോജിക്കേണ്ടത്. കാരണം ഞങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം കേൾക്കുക, ഞങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ഗൂഗിളും ഫേസ്ബുക്കും ആണ്. യൂട്യൂബ്, എന്തെങ്കിലും ഒരു ഫേക്ക് ന്യൂസ് പ്രൂവ് ചെയ്താൽ അവർ അക്കൗണ്ട് കട്ട് ചെയ്യും.
അപ്പൊ നമുക്ക് നമ്മുടെ കഞ്ഞി പാറ്റിടാൻ പറ്റത്തില്ല. ഇപ്പൊ വളരെ സ്ട്രിക്റ്റ്. അത് കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കഞ്ഞിനല്ല മറ്റുള്ളവരുടെ കഞ്ഞിനാ പാറ്റിയിടുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാധനം നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പരീക്ഷണാർത്ഥത്തിൽ ഓട്ടോക്കാർക്ക് പണി കൊടുക്കാൻ നമ്പർ ഒരു RTO തുടങ്ങി. നല്ല കാര്യമാണ്, നമ്മളെല്ലാം വാർത്ത കൊടുത്തു. പക്ഷെ അത് തിരുവനന്തപുരത്ത് പരീക്ഷണാർത്ഥം തുടങ്ങിയത് കേരളം മുഴുവൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് എല്ലാവരും കൊടുത്ത, മനോരമയും ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്താണ്. പക്ഷെ ഞങ്ങളുടെതിരെ പരാതിയായി. ഗൂഗിൾ മറ്റേ ഫേസ്ബുക്ക് അന്വേഷിച്ചു, അവസാനം കണ്ടെത്തി ഫേക്കാണ്. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് മാത്രം തുടങ്ങിയ സാധനം കേരളത്തിൽ എല്ലാവർക്കും കൊടുക്കാം എന്ന തരത്തിൽ കൊടുത്തു എന്നുകൊണ്ട് അത്രമേൽ കൺസേൺഡ് പറയാനുള്ളത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു നേതാവാണ് നരേന്ദ്രമോദി. കാരണം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെയും ഇതുപോലെ ട്രോളന്മാരുടെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നേതാവാണ് നരേന്ദ്രമോദി. അതുപോലെ തന്നെ അമേരിക്കയിലെ ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് ലോകത്ത് ഏറ്റവും കൂടുതൽ മീഡിയകളുടെ വിമർശനം, അതായത് ഇന്ത്യയിലുള്ള മീഡിയകൾ വരെ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ നിന്ന് ട്രംപിനെതിരായിട്ട് വിമർശനം നടത്തി. ട്രംപിനെതിരെ ഹിലാരി ക്ലിന്റന് വേണ്ടിയായിരുന്നു നമ്മളിവിടെയുള്ള മാധ്യമങ്ങളും മീഡിയകളും എല്ലാം സംസാരിച്ചിരുന്നത്. കാരണം അവിടുത്തെ സിറ്റിസൺഷിപ്പിന് വേണ്ടിയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഹിലാരി വളരെ അനുകൂലമായിരുന്നു, ട്രംപ് എതിരായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ട്രംപിനെതിരായിട്ടായിരുന്നു ഇന്ത്യയിലുള്ള മീഡിയകളെല്ലാം അദ്ദേഹത്തിനെതിരായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഇതിൽ എല്ലാം ഒരു മാറ്റം വന്നു. കാരണം ഇന്ത്യയിലെ റിസൾട്ട് വന്നപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നു. അമേരിക്കയിലെ പ്രസിഡന്റ് പിണറായി വിജയനാണ്. പക്ഷേ ഈ വിമർശനങ്ങള് ഈ നേതാക്കന്മാർക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ട്രോളർമാരായിരുന്നാലും മീഡിയകളാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുകയാണെങ്കിൽ ആ നേതാക്കന്മാരെ മുന്നിലോട്ട് എത്തുന്ന കാഴ്ച ആണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അതുവരെ ഇത്രത്തോളം ആഴത്തില് എഴുതിയിട്ടിരുന്നാലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തു, മോദിയെയും കുമ്മനത്തെയും ട്രോൾ ചെയ്തത്. ഷംറി മുഹമ്മദ് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്ത ഒരാൾ കുമ്മനമാണ്, ശരിയല്ലേ? ആ കുമ്മനത്തെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് കിട്ടാൻ വേണ്ടിയാണ് സന്ദീപല്ല വേറെ ആൾക്കാരെല്ലാം കൂടി ശ്രമിച്ചത്. സന്ദീപ് അതിനകത്തില്ല കേട്ടോ, എനിക്കറിയാം. അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. അത് മുഴുവൻ പറയാൻ പാടില്ല ഇവിടെ. ഞാൻ ചോദിച്ചോടെ, സുരേന്ദ്ര പിന്നെ നമ്മുടെ പ്രസിഡന്റിന്റെ ഗ്രൂപ്പാണോ? അതുകൊണ്ട് സാറേ ഇത് ട്രോളർമാർക്ക് വലിയ റോളുകളൊന്നും ഈ ഇലക്ഷൻ സമയത്തൊന്നും ചെയ്യാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. കാരണം ട്രോളർമാർക്ക് ഒരു പരിധിയുണ്ട്. ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെ ആ ട്രോളർമാരെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരില്ലായിരുന്നു, അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് വരില്ലായിരുന്നു. അനുരാജ്, എന്താണ് അത് തെറ്റാണ് ചേട്ടൻ പറഞ്ഞ കാര്യം തെറ്റാണ്. അതായത് അതിന്റെ ഒരു വ്യക്തമായ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ചേട്ടൻ പറയുന്നത് ട്രോളർമാർക്ക് ഇലക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. കാരണം ഓരോ ട്രോളും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതങ്ങ് മറന്നുപോകും. പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ, ഇപ്പോൾ അഴിമതി ആയാലും അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളായാലും ജനദ്രോഹ നടപടികളായാലും ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ എത്ര നമുക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതുപോലത്തെ ട്രോളന്മാർ ആ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി വീണ്ടും ട്രോളായി. അതിനൊരു വാസ്തവമുണ്ട് സണി. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ നരേന്ദ്രമോദി 40 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കണമെന്ന് പറയുന്നതും 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടുന്നു പറയുന്നതും നിങ്ങൾക്ക് ഓരോ ദിവസം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഇപ്പോഴും പറഞ്ഞുകൊണ്ട് ട്രോള് വിജയിച്ചില്ല എന്നുള്ളതിന്റെ ലക്ഷ്യം. മോദി എന്തോ ട്രോള് വിജയിച്ചോ ഇല്ലയോ? ട്രോള് വിജയിച്ചോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോ പറയാം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തൽ അത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. അതായത് ഏതോ ഒരു ചാനലിൽ ഉപ്പും മുളകെന്നും പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിലെ 5 കഥാപാത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട എന്നെ അത് പലതും ഓർമ്മിപ്പിച്ചു. അതായത് ഒരു BJPയുടെ സ്ഥാനാർത്ഥി എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, നരേന്ദ്രമോദിയെ മറക്കരുത്. അപ്പം അപ്പൻ പറഞ്ഞു ഞങ്ങൾ മറക്കില്ല, ഞാൻ വെയിലത്ത് എത്ര ദിവസം പോയി നിന്നു ഈ നോട്ടിന്റെ സമയത്ത്. അപ്പൊ അമ്മ പറയുന്നു ഗ്യാസിന്റെ വില കൂട്ടി എനിക്ക് മറക്കാൻ പറ്റുമോ? അപ്പൊ ഒരു മകൻ പറയുന്നു ഇതുപോലെ തന്നെ 15 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞതല്ലേ, അത് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് ഞാൻ മറക്കുവോ? മറ്റേയാളിപ്പോ എന്താ പറയുന്നത്, ഒരു കൊല്ലം 2 കോടി തൊഴിൽ തരാമെന്ന് അത് ഞാൻ മറക്കുവോ? അപ്പൊ അവസാനത്തെ ഇളയ കൊച്ചു പറയാണ് ഇതൊന്നും ഞങ്ങൾ മറക്കാൻ പോകുന്നില്ല, വേറെ പറഞ്ഞ പെട്രോളിന്റെ വില. അപ്പൊ ഞാൻ ഇതൊരു ഓർമ്മപ്പെടുത്തില്ല, ഇതിന്റെ അതൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ ഒരു ട്രോള് അതെന്തോ ആയിക്കോട്ടെ, അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. കൃത്യമായിട്ട് അതിനനുസരിച്ച് സ്വാധീനിച്ചാൽ അതിൽ വോട്ട് ചെയ്യുന്നല്ല, അത് കൃത്യമായിട്ട് വോട്ടർമാരോട് പറയുന്നു
മോഡി ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളുമായി വന്നു, വാഗ്ദാന ലംഘനം നടത്തിയ ഒരു ഭരണമാണ് 5 വർഷം എന്ന് പറഞ്ഞത്. അത് പൊളിറ്റിക്സ് അല്ലേ, അതൊരു സന്ദേശം എത്തിക്കുകയല്ലേ, എന്താ സംശയം? അതേസമയം മോഡിക്ക് പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഡോ പാക് സംഭവത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ളത് ആ രീതിയിൽ മോഡിയുടെ ഒരു ഇമേജിനെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മാച്ചോ മേനാന്നുള്ള പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് BJP സന്ദീപൊക്കെ നന്നായി പ്രചരിപ്പിക്കുന്നുണ്ട്. സാർ ഞാൻ ഒരു വാചകം കൂടെ അപ്പൊ നിങ്ങൾ ഇത് ഈ ബാൽക്കോട്ടിന്റെ ഒക്കെ പറയുന്നു, അപ്പൊ അടുത്ത ട്രോൾ വരും. അതായത് നമ്മുടെ പിന്നെ അറ്റോർണി ജനറൽ പറഞ്ഞിരിക്കുന്നു അവിടെ ഒരു റഫേൽ കടലാസം ഒട്ടിച്ചോണ്ട് പോയെന്ന്. അപ്പൊ അതാരാ സംരക്ഷിക്കേണ്ടത്? ഈ നീരവ് മോഡി പോയപ്പം പിന്നെ ഈ മാക്കുമാൻ എവിടെയായിരുന്നു, അല്ലെങ്കിൽ മല്യ പോയപ്പോഴായിരുന്നു. അപ്പൊ അടുത്ത ട്രോൾ വരും. ട്രോളുകൾ ഓർമ്മപ്പെടുത്തലുകളാണ്, അത് വരും, അത് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടൊന്നും ജനങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മാറ്റാനൊന്നും വലിയ തോതിൽ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രസംഗങ്ങൾ മാറ്റാൻ പറ്റുമോ? തെരുവ് പ്രസംഗങ്ങൾ അല്ലല്ല, അത് നിങ്ങൾ ആക്ഷേപിച്ചോളുക, അത് ആക്ഷേപിച്ചോളൂ. അല്ല, ഒരു കാര്യം, ട്രോളുകൾ ജനങ്ങളെ വ്യക്തമായി സ്വാധീനിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവുണ്ട്. നമ്മളെ കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജ് വർഷങ്ങളായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നതാ. ADGP മനോജ് എബ്രഹാം സാറ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും സാറിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഇത് അവർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ആൾക്കാരുടെ അല്ലെങ്കിൽ താല്പര്യത്തിനനുസരിച്ച് ട്രോളുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തുടങ്ങി. ഇന്ന് അതിന് എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടെന്നും ലോകത്തിലെ ഏറ്റവും വലിയ പോലീസിന്റെ പേജ് ആയിരുന്ന ന്യൂയോർക്ക് അല്ലെങ്കിൽ അതിന് മുകളിൽ വരെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ട്രോള് ആൾക്കാരിൽ നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ട്രോൾ ആൾക്കാരിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നർമ്മമാണ്, വേറെ തെരുവിൽ പ്രസംഗിക്കുന്നു, നമ്മുടെ ലോനപ്പൻ നമ്പാടം പ്രസംഗിക്കുന്നു, നർമ്മം. അപ്പൊ അതെന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും? അതുപോലൊക്കെ തന്നെയാണ് ഇതുപോലെ ട്രോളുകളും. സ്ട്രൈക്കിന്റെ ഇമ്പാക്ട് ആണ് ടോം വടക്കൻ എന്നുള്ള നേതാവ് ഇപ്പോ BJP-യിലേക്ക് വന്നത്. അത് വലിയൊരു സംഭവമല്ലേ? സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള ഇത്ര പെട്ടെന്നാണ് BJP-യിലേക്ക്. അത് മനസ്സിലായി. അല്ലല്ല, ഞാൻ എന്ത് രാജ്യരക്ഷാ സുരക്ഷയാണ് പറ. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ കൂടി ഇന്ത്യൻ സൈന്യവ്യൂഹം പോരുമ്പോൾ അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കണമെങ്കിൽ എന്ത് സുരക്ഷയാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷ? എനിക്ക് നമ്മുടെ വിഷയം മാറിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ എങ്ങനൊരു ചോദ്യം, ഈ പറഞ്ഞ അസർ മസൂദിനെ പിടിക്കാൻ വേണ്ടിയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്, വടക്കനെ കിട്ടാൻ വേണ്ടിയാണോ? എനിക്കൊരു സംശയം. ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഈ മുഴുവൻ നടത്തിയത് വടക്കനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയക്കാരുടെ പ്രസംഗത്തിന്റെ ശൈലി പോലും ഈ ട്രോള് മുഖാന്തരം മാറിയിട്ടുണ്ട്. കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം. കരുതൽ ഇപ്പൊ പഴയതുപോലെ നീട്ടി വലിച്ചുള്ള പ്രസംഗങ്ങളോ വലിയ നെടുങ്കൻ പ്രസ്താവനകളോ ഒക്കെ ഇന്ന് കുറച്ചിരിക്കുന്നു. ഇപ്പൊ രാഷ്ട്രീയക്കാർ പോലും ട്രോളിൽ തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പം PC ജോർജ് പറഞ്ഞ ഒരു ചെറിയൊരു വാചക, വീഴാത്ത ജോർജ് ഉള്ളപ്പോ വീണ ജോർജ് വേണോ ഇവിടെ? ഞാൻ പറഞ്ഞത് ഒരു മേക്ക് ഓവർ ആണ്, ഒരു ട്രോളാണത്. അപ്പൊ ഇത്തരം ശൈലികളെല്ലാം ആളുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ രാഷ്ട്രീയക്കാരുടെ ശൈലി പോലും അങ്ങനെ മാറിയിട്ടുണ്ട്. അതിപ്പോ പ്രസംഗത്തിന്റെ ദൈർഘ്യം ഇപ്പൊ എപ്പിസോഡിന്റെ ദൈർഘ്യമുള്ളൂ. വളരെ ചെറിയ പറയാൻ പഠിച്ചിരിക്കുന്നു. രാജ്യത്ത് നടക്കുന്ന എല്ലാ മാറ്റവും ഈ സോഷ്യൽ മീഡിയ കൊണ്ടാണെന്ന് പറയരുത്. ആളുകളുടെ പ്രസംഗം കുറച്ചതും പിന്നെ പ്രസ്താവനകൾ കുറച്ചതൊക്കെ എന്താ അറിയോ, ജനങ്ങൾ അതൊക്കെ റിജക്ട് ചെയ്യുന്നത് കൊണ്ടാണ്, അത് ട്രോൾ കൊണ്ടൊന്നുമല്ല. അൽഫോൺസ് കണ്ണതാരത്തിന്റെ ഭാര്യയുടെ ഒക്കെ കിട്ടിയ ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ മറക്കും ആരെങ്കിലും, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പേടിയുണ്ടാവും. ചില ഓർമ്മപ്പെടുത്തലുകൾ വോട്ടർമാരുടെ മനസ്സിലുണ്ട്. മഹാരാഷ്ട്രയില് മറ്റേ സവാള ഇങ്ങനെ കിടക്കുന്നു, ഒരു കർഷകൻ മരിച്ചു കിടക്കുന്നു. അത് ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഒരു കർഷകൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു, ആ കൃഷിഭൂമി തന്നെ സവാള കൂട്ടിയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വയസ്സായ ഒരു വ്യക്തി മറ്റേ നോട്ടിന് വേണ്ടി ക്യൂ നിൽക്കുന്നു, ഇങ്ങനെ ഒരു വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്നു, കുറെ പേര് ഇങ്ങനെ നിൽക്കുന്നു, ഇയാൾക്ക് യൂറിൻ ബാഗ് കൈ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ദൈനംദിനമായിട്ടുള്ള ചില ചിത്രങ്ങൾ എന്നും വോട്ടർമാരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. 5 വർഷം മുമ്പുള്ള മറന്നിട്ടില്ല. മറക്കാതെ മനസ്സിൽ വെക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പൊ CPIക്ക് ഒരു സീറ്റേ ഉള്ളൂ. അപ്പൊ CPIയുടെ ദേശീയ പാർട്ടി എന്നുള്ള പദവി നഷ്ടപ്പെടുന്നു. അപ്പൊ അതിന്റെ അടിയിൽ ഒരു ചിത്രത്തിന്റെ അടിയിൽ ഈ പിന്നെ വോട്ടർ സ്ട്രൈക്ക് എന്തിനാണ് നാഷണൽ പെർമിറ്റ്,
ഞാൻ പറഞ്ഞ ആ ഒറ്റ വാചകമേ ഉള്ളൂ. അത് എത്ര വോളിയംസ് ഓഫ് വേർഡ്സ് ആണ്, അല്ലെ വോളിയംസ് ഓഫ് ഇതാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ല, ഇനിയിപ്പോൾ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അനാവരണം ചെയ്യപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ഒരു 50,000 കോടി രൂപയെങ്കിലും ഈ രംഗത്തേക്ക് ചെലവഴിക്കപ്പെടുകയാണ്. 50,000 crores. അതായത് പരമ്പരാഗത മാധ്യമങ്ങളിൽ മാത്രമല്ല എല്ലാത്തരം മാധ്യമങ്ങളിലേക്കും 50,000 കോടി രൂപ. ഇത് ആഡ് ഏജൻസീസിന്റെ കണക്കാണ്. ഇത് പമ്പ് ചെയ്യപ്പെടുമ്പോൾ ഇത് ജനാധിപത്യം യഥാർത്ഥത്തിൽ സുതാര്യമാകുകയാണോ അതോ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണോ? അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു നൈതികമായ ഇലക്ഷൻ കഴിഞ്ഞ് തൂക്ക് ഗവൺമെന്റ് വരുമ്പോൾ അല്ലെങ്കിൽ അത്ര ഒരു സന്ദർഭം വരുമ്പോൾ ഇതിന്റെ ഒരു എത്ര മടങ്ങ് കോടികളായിരിക്കും പാരിവീശപ്പെടുക എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ആശങ്ക. അതിന്റെ കൂടെ ഒന്നും കൂടെ ചേർത്തുള്ളൂ, ഈ സന്ദീപിന് റിസോർട്ടിന് എത്ര പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഓക്കെ അനുപമ, അതായത് ഈ ഒരു രംഗത്ത് ഒരു പക്ഷേ കാഷ്വാലിറ്റി ആകുന്ന ആരാണ്? ഇപ്പം എല്ലാവരും പറയും ഇതൊക്കെ ആവശ്യമാണ്, ഇത് ഈ പറഞ്ഞ ടെക്നോളജി മാറി വരുന്നതനുസരിച്ച് മാറുന്നത്. പക്ഷേ ഒരു പക്ഷേ യഥാർത്ഥ വിഷയങ്ങൾ സബ്മേർജ് ചെയ്തിട്ട് അയഥാർത്ഥമായിട്ടുള്ള വിഷയങ്ങളെ ജനങ്ങളുടെ മനസ്സിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് സഹായിച്ചേക്കാം. അപ്പൊ ഈ ഒരു ആഡിന്റെ ഒരു മാസ്മരിക വലയത്തിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ വോട്ടർമാരെ കൊണ്ടുവന്നു കഴിയുമ്പോൾ പലതും അവർ പലതും മറക്കും. അതാണ് ഇനി വരാൻ പോകുന്ന 10-50 ദിവസക്കാലത്ത് ഒരുപക്ഷെ പല പാർട്ടികളും ചെയ്യാൻ പോകുന്ന അവരുടെ ഐഡിയോളജി അവരുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മാർക്കറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ആ മാർക്കറ്റിംഗിൽ ജനാധിപത്യം പുഷ്ടിപ്പെടുകയാണോ ചെയ്യുന്നത്, ദുർബലപ്പെടുകയാണോ ചെയ്യുന്നത്? അതാണ് എന്റെ ചോദ്യം. ഇതിപ്പോ 2004 BJP NDA തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ മാസ് മീഡിയ വഴി ഇന്ത്യ ഷൈനിങ് എന്നവർ പറഞ്ഞു. അന്ന് അവർ ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്നത് 2004 അതെ, പ്രമോദ് മഹാജന്റെ നേതൃത്വത്തിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഒരു കർഷകനോട് അവർ ഇന്ത്യ ഷൈനിങ് എന്ന് ഒരു വിധത്തിൽ അവർ പറഞ്ഞു. അവർക്ക് ആരെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള വിവരം കൃത്യമായി ഇല്ലാത്തതിനാൽ വളരെ മാസായ ഒരു പ്രചരണമാണ് നടന്നത്. അതേസമയം ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഈ ഡേറ്റ അനാലിസിസും ഒക്കെ ഇത്ര ഷാർപ്പായി നിൽക്കുന്ന കേംബ്രിഡ്ജ് അനാലിറ്റിക്കയുടെ ഒക്കെ ഈ കാലത്ത് ആരോട് പറഞ്ഞാൽ ഇത് ഫലിക്കും എന്നുള്ള വിവരം, കൃത്യമായ ഡേറ്റ അവരുടെ കയ്യിലെത്തും. പരിമിതമായ പണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായ ഡേറ്റ അവരുടെ കയ്യിലെത്തും. തെരുവിൽ ക്യൂ നിന്ന് മരണപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അടുത്തേക്ക്, ഇപ്പോഴത്തെ സാമ്പത്തിക നയങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു ക്ലാസിന്റെ അടുത്തേക്ക് ഒരിക്കലും ഇന്ത്യ ഷൈനിങ് എന്നോ അല്ലെങ്കിൽ മോദിക്ക് ഒരു അവസരം കൊടുക്കണമെന്നോ പറഞ്ഞാൽ അത് ഫലിക്കില്ല. അതേസമയം ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളുള്ള ക്രീമി ലെയറായ ആളുകളോടത് പറഞ്ഞാൽ ഒരുപക്ഷെ ബലിച്ചേക്കും. വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ടാർഗറ്റ് മാർക്കറ്റിംഗിനെ കുറിച്ചാണ് അനുഭവം പറയുന്നത്. 2004 പ്രമോദ് മഹാജൻ ഈ പറഞ്ഞ ഇന്ത്യ ഷൈനിങ് പ്ലാൻ ചെയ്ത സമയത്ത് അത് പരത്തിയൊരു ക്യാമ്പയിൻ ആയിരുന്നു. സ്വാഭാവികമായിട്ടും അത് ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. പക്ഷെ 2014 മോഡി എത്തിയപ്പോൾ അങ്ങനെ ഒരു പരത്തിയ ക്യാമ്പയിൻ അല്ല. ഏത് വിഭാഗത്തിന് എന്താണ്, ഉദാഹരണം ചെറുപ്പക്കാരിലേക്ക് പോയിട്ടുള്ള പരസ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടും, വേറെ ആൾക്കാരിലേക്ക് പോയിരിക്കുന്ന പരസ്യം വേറെയായിരുന്നു. ഒരുപക്ഷെ രാമജന്മഭൂമി അല്ലെങ്കിൽ അമ്പലം ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിലേക്ക് അതായിരുന്നു പോയത്. അപ്പൊ പല രീതിയിലുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗിന്റെ പോസിബിലിറ്റിയാണ് ഇന്ന് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ആണോ സന്ദീപേ? അതിന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഈ അതിനും പറഞ്ഞ ഫീൽഡ് പോയി നമ്മൾ ശേഖരിക്കുന്ന ഡേറ്റകൾ അതാണ് ഏറ്റവും വൈറ്റൽ. അല്ല അതാണ് ഏറ്റവും വൈറ്റൽ. അല്ല അതാണ് ഏറ്റവും വൈറ്റൽ. ആ ഡേറ്റ കൊണ്ടാണ് നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ തിരിച്ചറിയുന്നത്. നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? നിങ്ങളുടെ ടാർഗറ്റിനെ നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ ബേസിക് ഡേറ്റ വേണം. ഈ ഡേറ്റകൾ കളക്ട് ചെയ്യുന്നതിന് പാർട്ടി ഡേറ്റ കളക്ട് ചെയ്ത് ആ ഡേറ്റയ്ക്ക് അനുഗുണമായി മാത്രം പ്രതികരിക്കേണ്ടതാണോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി? ഒന്ന് സന്ദീപിനോടുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോ ഈ ക്യാപിറ്റലിസത്തിന്റെ കലയാണ് യഥാർത്ഥത്തിൽ പരസ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പരസ്യം എന്ന് പറയുന്നത് പരസ്യം ഇന്ന് അറിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഈ സോഷ്യൽ മീഡിയയും ഈ ഇത്തരം മീഡിയകളെല്ലാം പ്രചരിപ്പിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഉണ്ടാവും, ഇതൊന്നും ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷേ ഇത് മാത്രമാണ് ഇവിടെ ലീഡ് ചെയ്യണത് എന്നുള്ള അബദ്ധ ധാരണ വേണ്ട. താങ്കൾ സന്ദീപ് വാചസ്പതിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. അതായത് ഡേറ്റ കളക്ട് ചെയ്തിട്ട് അവരിലേക്ക് കൊണ്ട് ചാർത്തി കൊടുക്കുന്ന ഈ പരിപാടി അണ്ണത്തിക്കലാണെന്ന്. സന്ദീപ്, നിങ്ങളുടെ ഈ പരിപാടി നിങ്ങൾ ചെയ്ത പരിപാടി ഉണ്ടല്ലോ, അല്ല പ്രചരണം എന്ന് പറഞ്ഞത് മറ്റൊരു തരത്തിലുള്ള പരസ്യം ചെയ്യലാണല്ലോ. പരസ്യം ചെയ്യുന്ന ആളുടെ ഉദ്ദേശം എന്താ? യഥാർത്ഥ ഓഡിയൻസിൽ നിങ്ങളുടെ പരസ്യം എത്തുക എന്നുള്ളതാണ്. അല്ലാതെ പരസ്യം ചെയ്ത് മാത്രം വോട്ട് കിട്ടുമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. പരസ്യം ചെയ്യുന്നവന്റെ ലക്ഷ്യം കൃത്യമായ ഓഡിയൻസിലേക്ക് അത് എത്തുക എന്നുള്ളതാണ്. 6000 രൂപ അക്കൗണ്ടിൽ വന്ന കർഷകന്റെ മൊബൈലിൽ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് ഒരു 6000 രൂപ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നത് അതൊരു ഓർമ്മപ്പെടുത്തലാണ്.
നിരുത്സാഹപ്പെടുത്തൽ തന്നെയാണ്. അല്ല അതിലിത്ര പ്രശ്നം കോൺഗ്രസ് ചെയ്യുന്നില്ലേ? CPM ചെയ്യുന്നില്ലേ? അല്ല CPM എന്തിനാണ് കേരളത്തിലോടുന്ന 4,500 ദിനങ്ങളെ പറ്റി ഓർമ്മിപ്പിക്കുന്നത്? എന്തിനാണ് 4,500 KSRTC ബസ്? 1 കോടി രൂപ നിങ്ങൾ പരസ്യം ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അത് എത്തേണ്ടവരിൽ എത്തുക എന്ന് ഉറപ്പിക്കേണ്ടത്. അതായത് സന്ദീപ് പറഞ്ഞതെന്ന് വെച്ചാല് പരസ്യം ചെയ്യുന്നതില് എന്താ പറയാ ഒരു നൈതിക പ്രശ്നങ്ങളും ഇല്ല, അൺഎത്തിക്കലായിട്ടൊരു സംഭവം ഇല്ല. ടാർഗറ്റഡ് ഓഡിയൻസിന്റെ അടുത്ത് ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതിനുള്ള വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം. ഒരു കൊച്ചുകുട്ടി അതിന്റെ പാരന്റ്സുമായിട്ട് നടന്നു പോവുകയാണ്, ഞാൻ ഈ കുട്ടിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവൻ ചിലപ്പോൾ കമ്പ്യൂട്ടർ ഗെയിമോ ഇങ്ങനെയൊക്കെ കളിക്കുന്ന, അതായത് ന്യൂ മീഡിയ തലങ്ങളിലോട്ട് വരുമ്പോൾ ഓക്കെ പരമ്പരാഗത രീതിയിലാണെങ്കിൽ ഈ കുട്ടി വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് പാരന്റ്സുമായിട്ട് പോവുകയാണ്, ഒരു ബോർഡോ പോസ്റ്ററോ കാണുന്നു. അപ്പം പറയുന്ന ഈ ആൾ ഇലക്ഷന് നിൽക്കുന്ന ആളാണ്, ഈ ആൾ എൻ്റെ സ്കൂളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ് ആ കുട്ടി എന്ന് പറയുന്നത്. ആ കുട്ടി ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആയപ്പോൾ അല്ലെങ്കിൽ ആ കുട്ടിയിലോട്ട് ഇൻഫർമേഷൻ ഇയാളെ കുറിച്ചിട്ടുള്ള പരസ്യങ്ങളോ ഇൻഫർമേഷനോ കൊണ്ടെത്തിച്ചാൽ ആ കുട്ടി തന്നെ ചിലപ്പോൾ പാരൻസിനോട് പറയും ഈ ആളെ എനിക്കറിയാം, ഈ ആൾ നല്ല ആളാ, സ്കൂളിന് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലേ? അപ്പൊ ആ കുട്ടിയെ ടാർഗറ്റ് ചെയ്ത് പരസ്യം മോശമാണെന്ന് പിന്നെ ജയകുമാരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇരുന്ന ശ്രീ രാജീവ് അല്ലെ, രാജീവ് ഈ സന്ദീപ് വാചസ്പതിയുടെ ഈ ഡേറ്റയ്ക്ക് മുകളിലുള്ള ഒരു വെപ്രാളത്തെ കുറിച്ചും ആർത്തിയെ കുറിച്ചാണ് പറഞ്ഞത്. കൃത്യമായ ഡേറ്റയിലൂടെ തന്നെയാണ് സന്ദീപിനെ അനുകൂലിച്ചാ പറഞ്ഞപ്പോ അനുകൂലിച്ചാ പറഞ്ഞത്. ഡേറ്റയ്ക്ക് വേണ്ടിയുള്ള വെപ്രാളം എന്ന് പറയരുത്. BJP വളരെ സമർത്ഥമായിട്ട് അത് ചെയ്യുന്നത്. അതിനെ അൺഎത്തിക്കലായിട്ടൊന്നും പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ആയിട്ടെ. അത് അൺഎത്തിക്കലായിട്ട് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് 2014 വളരെ നേരത്തെ ഈ പിന്നെ മെമ്പർഷിപ്പ് തുടങ്ങി അവര് അതിലേക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് പോന്നു. അതിനെന്തായാലും നിങ്ങൾക്ക് അദ്ദേഹത്തിന് അഡ്രസ് ചെയ്യണം. ഞാൻ അദ്ദേഹത്തെ ഞാൻ നിങ്ങളെയാണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അപ്പൊ അത് അൺഎത്തിക്കലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ഫലപ്രദമായിട്ട് ചെയ്യുന്നു. പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാല് 5 വർഷം മുമ്പ് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ മെസ്സേജ് പോയത്. അതായത് 2 കോടി 15 ലക്ഷം അക്കൗണ്ട് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ രാഷ്ട്രീയ പരിസരം സാഹചര്യം ആളുകൾ നോക്കുമ്പോൾ ഇതൊക്കെ എത്രത്തോളം പിന്നെ നടപ്പാക്കി എന്നുള്ളത് അദ്ദേഹം മെയിനായിട്ട് പറഞ്ഞ പല കാര്യങ്ങൾ ഒക്കെ എത്ര നടപ്പാക്കി എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ വേറെ ഡേറ്റാസ് ഉണ്ട്. സന്ദീപ് പറഞ്ഞു, അതായത് നിങ്ങളൊരു കാര്യം ചെയ്യേ, അതായത് കോൺഗ്രസും ഇടതുപക്ഷവും അവരയക്കുന്ന ഈ പറഞ്ഞ മിസൈലുകളെ ഖണ്ഡിക്കാനുള്ള ഈ പറഞ്ഞ മിസൈലുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. അത് പ്രസംഗത്തിൽ ചെയ്യുന്നുണ്ട്, ട്രോളുകളിൽ ചെയ്യുന്നുണ്ട്, എല്ലാ തരത്തിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലുള്ള വിമ്മിഷ്ടമുണ്ട്. ഈ 5 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ സണ്ണിക്കുട്ടി തന്നെ സൂചിപ്പിച്ച പോലെ 2 കോടി യുവാക്കൾക്ക് മറ്റേ തൊഴിൽ 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക്, ഇതൊക്കെ നമ്മൾ കേട്ടതല്ലേ? അതൊക്കെ വെറും തമാശയാണ്. അത് തമാശയാണ്. തെരഞ്ഞെടുപ്പ് എനിക്ക് ചിരി വരുന്നത് വെച്ചാൽ ഈ സന്ദീപിന് 15 ലക്ഷം അത് ബേസിക്കലി കള്ളമാണ്. ഒരാളും പറഞ്ഞിട്ടില്ല. ബേസിക്കലി കള്ളമാണല്ലോ. അല്ല അന്നാ ഒന്ന് മോദി പറയട്ടെ. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഇവിടെ എല്ലാരും പറഞ്ഞു അങ്ങനെ മോഡി പറയണം, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരാൾ സത്യം പറഞ്ഞ ഒരാളുണ്ടോ ഇവിടെ? നിതിൻ ഗഡ്കരി. അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നു സഖാക്കളെ ഞങ്ങൾ ഇത് അധികാരത്തിൽ വരുമെന്നൊന്നും വിചാരിച്ചില്ല. ഞങ്ങൾ ഇങ്ങനെ പറയാം സഹോദരന്മാരെ ഭീകരമായ വ്യാജം പ്രചരിപ്പിക്കുക. സോഷ്യൽ മീഡിയയുടെ പിൻബലമില്ലാതെ ഫേക്കും
ന്യൂസ് ഉണ്ടാക്കുന്ന ഒരാളാണ്. ഭാര്യോ മകനോ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഉടനെ വാചസ്പതി പറയും അങ്ങനെ ഗഡ്കരി പറഞ്ഞിട്ടില്ല എന്ന് പറയും. അങ്ങനെയല്ല, മോദി പറഞ്ഞ എന്താന്ന് പറഞ്ഞ മോദി പറഞ്ഞ സത്യസന്ധമായി പറയാം. എന്താ മോദി എന്താ പറഞ്ഞത്? വിദേശത്തുള്ള പണം തിരികെ കൊണ്ടുവന്നാൽ അത് നിങ്ങൾ പറയും. അതേ കള്ളപ്പണം കൊണ്ടുവരും. വിദേശത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവന്നാൽ ഓരോ മനുഷ്യനും 15 ലക്ഷം രൂപ വീതം കിട്ടാനുള്ള അത്രയും ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പോക്കറ്റിൽ 15 ലക്ഷം ഇട്ടു തരും എന്ന് പറയുന്നവരോട് പണ്ട് പിണറായി വിജയൻ പറഞ്ഞ വല്ലവർക്കാരോ എന്ന് പറയാനേ പറ്റുള്ളൂ. വിവരമില്ലായ്മ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. മലയാളിക്ക് ഹിന്ദി അറിയില്ലെങ്കിൽ ഹിന്ദി പഠിക്കണം. സാർ അറിയില്ലെങ്കിൽ പണ്ട് VS അച്യുതാനന്ദൻ ട്യൂഷൻ എടുത്ത് ഹിന്ദി പഠിച്ചിരുന്നു എന്ന് പറഞ്ഞതുപോലെ മലയാളികൾക്ക് ഹിന്ദി അറിയില്ലെങ്കിൽ ട്യൂഷൻ ഒരു സെക്കൻഡ്, ഞാനിപ്പോ ഒരു അവതാരകനായിരുന്നിട്ട് സന്ദീപിനെ ഖണ്ഡിക്കുന്നതിന്റെ ഒരു വിഷമം വിചാരിച്ചിട്ടാണ്. താങ്കൾ പറഞ്ഞതുപോലെ അത്ര ലാഘവത്തിനല്ല മോഡി പറഞ്ഞത്. അതായത് ഇതിനകത്തിപ്പോ വാചസ്പതിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇത് അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മുഴുവൻ മലയാളികളെയും വിവരമില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ അവമാനിക്കരുത്. സോഷ്യൽ മീഡിയ ഇവർ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. മലയാളികൾ വിവരമില്ലാത്തവരാണ്. ഏറ്റവും കൂടുതൽ വെള്ളം പറയുന്ന ഒരു പാർട്ടി BJP. എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ കളവ് പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ വിഷയം മാറിപ്പോവാണ്. ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ ഡാറ്റയുടെ നമ്മൾ ഡാറ്റ കൺട്രോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഡാറ്റ ആരുടെ കയ്യിലാണ് എന്നുള്ള ചോദ്യമുണ്ട്. ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ഡാറ്റയുടെ നിയന്ത്രണം റിലയൻസിന്റെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. മോദി വന്നാലും ശരി, രാഹുൽ വന്നാലും ശരി, ഇന്ത്യ ഇനി എങ്ങനെ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്ന അവരായിരിക്കും. അവരിപ്പോ ജിയോ TV അടക്കമുള്ള പുതിയ സംവിധാനത്തിലേക്ക് വന്നു. ഇവിടുത്തെ നമ്മുടെ പരമ്പരാഗത പത്രങ്ങൾക്കും നിലനിൽക്കണമെങ്കിൽ ഇനി വൈകാതെ ഭാവിയിൽ ഈ മുകേഷിന്റെ സഹായം വേണ്ടി വരും. മുകേഷ് അംബാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവക്കത്തുള്ള ആളെ ആ അവസ്ഥയിലേക്ക് പോകും. അതിന്റെ ഭീകരതയാണ് ഏറ്റവും വലിയ. ഷാജിന് അത്ര അടുപ്പമുണ്ടെങ്കിൽ മുകേഷ് വിളിച്ചോളൂ. അത് നമുക്ക് എന്താണ് രാജീവ് അടങ്ങിയിട്ടില്ലേ? ഇതുവരെ അടങ്ങിയിട്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് തിരുത്തിയേണ്ടി വരും. ഒന്ന്, ഇവിടെ നേഷൻ ഉണ്ടാവൂല, പകരം മാർക്കറ്റ് ഉണ്ടാവും. 2, ഇവിടെ ശാസ്ത്രവും കലയും ഉണ്ടാവില്ല, പകരം പരസ്യം ഉണ്ടാവും. 3, ഇവിടെ സിറ്റിസൺസ് ഉണ്ടാവില്ല, പകരം ആരാ ഉണ്ടാവാൻ പോകുന്നത്? ഉപഭോക്താക്കൾ ഉണ്ടാവും. അത് ആ ഹോൾ ദി വേൾഡ് അതങ്ങനെ ആയിക്കൊണ്ട് ചില സ്ഥലങ്ങൾ ആവുന്നുണ്ട്. ജയകുമാർ പറഞ്ഞു പരസ്യം ചെയ്യാൻ എല്ലാവർക്കും അധികാരമുണ്ട്, ടാർഗറ്റഡ് പരസ്യം ചെയ്യണം. അത് പിന്നെ പരസ്യം ചെയ്യുന്നവന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഞാൻ ഒറ്റക്കാര്യം ചോദിച്ചുള്ളൂ, ഈ ജനാധിപത്യത്തിന്റെ സത്ത എത്ര അളവ് വരെ ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് സംബന്ധിച്ചു കൊടുക്കുന്നു? അത് ഒരു പ്രൊഫഷണലായ ഞാൻ പറയുന്നില്ല, അത് രാഷ്ട്രീയക്കാർ പറയട്ടെ. അല്ല, നമ്മുടെ പൗരന്മാരല്ലേ സണ്ണിക്കുട്ടി, അങ്ങനെ പറയാൻ പറ്റുമോ? എന്നാ കാരണം നമ്മൾ പൗരന്മാരല്ലേ. എന്താ കാരണം വെച്ചാല് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. ഈ ഒരുപക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് അമേരിക്ക ഇരുന്ന ആളാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. എനിക്ക് എവിടെ പോകണമെന്ന്, ഇന്ന് ഞാൻ എവിടെ പോകണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, വേറൊരു കമ്പനിയാണ് തീരുമാനിക്കുന്നത്. എന്നിന് ഒരുപക്ഷെ ഒരു വിനോദസഞ്ചാരത്തിന് പോകണമെങ്കിൽ എൻ്റെ ബുദ്ധിയല്ല ഞാൻ ഉപയോഗിക്കുന്നത്, വേറെ ആരോ എന്നിൽ ഫീഡ് ചെയ്യുന്നൊരു ബുദ്ധിയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഈ അവയർനെസ് എന്നുള്ള പേരിലുള്ള പരസ്യ വിന്യാസത്തിന്റെ പരിധി എത്രയായിരിക്കണം? ബട്ടാസ, ഇത് നമ്മൾ ഇതുവരെ പുലർത്തിപ്പോരുന്ന സംവിധാനങ്ങളല്ലേ പ്രചരണ രീതികൾ വിശുദ്ധമാണെന്നോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അത് അവിശുദ്ധമാണെന്നോ പറയാൻ പറ്റത്തില്ല. കാലം മാറുന്നു, ആ പ്രചരണ പരിസരം മാറുന്നു, ജീവിത പരിസരം മാറുന്നു. താങ്കൾ പറഞ്ഞതുപോലെ ഒന്നും നമ്മളല്ല തീരുമാനിക്കുന്നത്. അപ്പം ശ്രീ രാജീവ് പറഞ്ഞത് വളരെ ഐഡിയലിസ്റ്റിക് ആയ കാര്യങ്ങളാണ്. അത് അങ്ങനെയൊക്കെ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പൗരന്മാരുണ്ടാവണം, ഉപഭോക്താക്കൾ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നതിനൊക്കെ ഞാൻ അങ്ങോട്ട് 100% യോജിക്കാം. നമ്മളൊക്കെ ഒരേ ഏജിലൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ പിള്ളേരൊന്നും അല്ല, നമ്മുടെ കൊച്ചുമക്കളൊന്നും അതല്ല ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ ലോകം നമ്മുടെ ജീവിത പരിസരം വളരെ മാറിപ്പോയി. നിങ്ങളുടെ കൂടെ ഷാമിൽ ഒരു പുതുതലമുറയുടെ ഒരു വക്താവാണ്. പുതുതലമുറ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ കാണുന്നത്? നിങ്ങൾ ഒരു പക്ഷേ ഈ പറഞ്ഞ SRSO സണ്ണിക്കുട്ടിയോ കാണുന്ന പോലെ അല്ല. അല്ല, ഞാൻ SRS സണ്ണിയേക്കാളും ചെറുപ്പമെന്നുള്ള റാഡിക്കലായിട്ടുള്ള ചിന്തയാണ് എനിക്കുള്ളത്. റാഡിക്കലായ ഒരു വിശ്വാസമില്ല.
ശബരി, നിങ്ങളുടെ തലമുറ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ കാണുന്നത്? നിങ്ങൾ എവിടെ നിന്നാണ് ഒരു വ്യക്തത? ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ വലിയൊരു വിന്യാസം അല്ലെങ്കിൽ മറ്റുള്ള ഈ ആഡിന്റെ ഒരു വലിയൊരു ഈ പറഞ്ഞ പളമളപ്പിന്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ വായിച്ചു കാണുന്നത്? നേരത്തെ ചേട്ടൻ പറഞ്ഞ പോയിന്റ്, ട്രോളേഴ്സ് ഒരിക്കലും ഒരു അതിനെ സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോ 2014 BJP കേരളം എന്നൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. അന്ന് 2014 ഇപ്പോഴും ഉണ്ട് ആ പേജ്. 2014 അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കുറെ അവരെ പേജിലൂടെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഈ 2019 ഇപ്പൊ ഓരോന്നോരോന്നിട്ട് അവരത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ 15 ലക്ഷം ഇറങ്ങിയ ശേഷമായിരിക്കും ഓരോന്നോരോ ഡിലീറ്റ് ചെയ്തു. കാരണം അതെല്ലാം ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന ഇപ്പൊ ട്രോളർമാരാണ്. ഇപ്പൊ നേരത്തെ ചേട്ടൻ ഓർമ്മപ്പെടുത്തൽ നേരത്തെ പുള്ളി പറഞ്ഞത് കറക്റ്റ് പോയിന്റ് തന്നെയാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞ ഒരിക്കലും ട്രോളർമാർ ഇതിനൊരു ബന്ധമില്ല എന്ന് പറയുന്നത് യോജിക്കാൻ പറ്റില്ല. ട്രോളർമാർ കുറെ ഓർമ്മപ്പെടുത്തലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2019 അതിന്റെ എല്ലാ സ്ക്രീൻഷോട്ടുകൾ വെച്ചിട്ട് ട്രോളുകൾ ഇപ്പൊ അന്നത്തെ 2014 കൊടുത്ത വ്യാജ ഈ കാര്യങ്ങൾ വെച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഇന്നത്തെ ട്രോളർമാരാണ് ഒരു ഓർമ്മപ്പെടുത്തൽ കൊടുത്തിക്കൊണ്ടിരിക്കുന്നത്. അനുപമ, അതായത് പണ്ട് ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പൊതുയോഗത്തിന് പോകണം, ഒരു കവലയിൽ പോകണം, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കണം, ഇതൊക്കെ ഇന്ന് അതിനൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഡ്രോയിങ് റൂമിൽ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ സണ്ണിക്കുട്ടി പറഞ്ഞ പോലെ നിങ്ങളുടെ മൊബൈൽ നോക്കിയാൽ മതി. അതായത് ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യുന്ന പ്രസംഗം അല്ലെങ്കിൽ ആ പ്രസംഗത്തെക്കുറിച്ചുള്ള വിമർശനം ഇതെല്ലാം നിങ്ങളുടെ ഉപകരണത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ കിട്ടുകയാണ്. നിങ്ങൾ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത് ഇങ്ങനെയുള്ള മീഡിയകളായി മാറിയിരിക്കുന്നു, മാധ്യമങ്ങളായി മാറിയിരിക്കുന്നു. ഒരു ഡയറക്റ്റ് ഇന്റർഫേസ് എന്നുള്ള സാധനം അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. LDF സ്ഥാനാർത്ഥി പട്ടിക വരുന്നു. വീണ ജോർജാണ് പത്തനംതിട്ട സ്ഥാനാർത്ഥി. ആ അടുത്ത നിമിഷം വീണ ജോർജിൻ്റെ പൊതുയോഗങ്ങളുടെ വീഡിയോസ്, നിയമസഭയിലെ പ്രസംഗങ്ങളുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാൻഡിഡേറ്റിനെ കുറിച്ച് അവരെങ്ങനെ പ്രസംഗിക്കുന്നു, എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ള കൃത്യമായിട്ട് ആ ഒരു മീഡിയ ഉപയോഗിക്കുകയാണ്. അത് നല്ലതല്ലേ? നല്ലതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനെ നമ്മളതിനെ മീഡിയ അതിന് ഉപയോഗിക്കുന്നത് എന്താ കുറ്റപ്പെടുത്തുന്നത്? ഒരു കുറ്റപ്പെടുത്തലും ഇല്ല. ഞാൻ ഒറ്റ കാര്യമുള്ളൂ, ഇതിന്റെ പരിധി. അനുപമ, ഞാൻ ചോദിക്കുന്നു, അതായത് പഴയ പോലെയുള്ള ഒരു ഡയറക്റ്റ് ഇന്റർഫേസ് ഇപ്പൊ ഒരു വോട്ടർക്കില്ല. ഇപ്പം സ്ക്വാഡുകൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴായിരിക്കും ഇപ്പൊ ഈ ഈ പറഞ്ഞ ഡൽഹിയിലെ മുംബൈയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെയോ കൊച്ചിയിലോ ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലൊക്കെ ആര് പോകുന്നു എനിക്കറിയില്ല. ആരെങ്കിലും പോകുന്നുണ്ടോ സണ്ണിക്കുട്ടി? അല്ല, നമ്മുടെ ഫ്ലാറ്റ് ഒന്നും ഇതുവരെ രാവിലെ ജോലിക്ക് പോകുന്നു. SRS കയറിയിട്ടുണ്ടോ? ഫ്ലാറ്റിലെ വലിയ ഫലപ്രദമായ സ്കോഡ് നടക്കില്ല. അതാണ് ഈ ഒരു അതിനൊക്കെ വേറെ മെത്തേഡ് എന്ന് വിചാരിച്ച് അവരുടെ വേറെ മെത്തേഡ്. അത് ഉദാഹരണം പറഞ്ഞാൽ അവരുടെ മൊബൈലിലേക്ക് മെസ്സേജ് പോകും, അവരുടെ വാട്സപ്പിലേക്ക് പോകും. എന്താണ് അനുഭവ, എങ്ങനെ കാണുന്നു നിങ്ങൾ ഈ ഒരു കാലഘട്ടം? ഈ പരസ്യത്തിലെ ഏറ്റവും നല്ല പരസ്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതായത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പുസ്തകം കയ്യിൽ കിട്ടിയ ഒരു കുട്ടി, അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ സ്വന്തം വീടുകളിലേക്ക് എത്തുന്ന ഒരു വ്യക്തി, അവർക്കൊക്കെ ആ സംഭവത്തെക്കുറിച്ചും ആ ഭരണകൂടത്തെക്കുറിച്ചും അവർക്കൊരു ബോധ്യമുണ്ട്. അതേസമയം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളെ തന്നെ ഷേപ്പ് ചെയ്യുന്ന ഒരു വളരെ എഫക്റ്റീവായി തന്നെ BJP കാണിച്ചു തരുന്ന ഒരു വഴിയുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ വോട്ടർമാർക്ക്, ഞാനൊരു ലേണിംഗ് ഡിസോർഡർ ഉള്ള കുട്ടിയുടെ ചിലവിൽ എൻ്റെ രാഷ്ട്രീയ എതിരാളിയെ പരിഹസിച്ചാലും പ്രശ്നമില്ല എന്ന ബോധ്യമുള്ള ഒരു ഭരണകർത്താവ്, എൻ്റെ ഓഡിയൻസ് എങ്ങനെയാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഡേറ്റ വഴി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നമുക്ക് ആ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വിരാട് കോഹ്ലിയോട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അത് സന്ദീപിനെതിരെയുള്ള ഒരു ഒളിയമ്പാണ്. അല്ലല്ല, ഇപ്പൊ നമ്മളെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞതെല്ലാം മോഡിയോ മുമ്പേ ഇവിടെ പറഞ്ഞ മുകേഷ് അംബാനി ഒന്നും വിചാരിച്ചുകൊണ്ട് മാത്രമല്ല, നമ്മളുടെ കയ്യിലിരിപ്പ് അതിനൊരു ബാധകമാണ്. നിങ്ങൾ ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഫ്രീക്വന്റ് ആയിട്ട് സന്ദർശിക്കുന്ന പേജുകൾ ഏത്, നിങ്ങൾ അവിടെ സെർച്ച് ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെ, ഈ ഒരു ആൽഗോരിതം ഫേസ്ബുക്ക് കണ്ടെത്താറുണ്ട്. അത് മുഖാന്തരമാണ് നിങ്ങൾക്ക് പ്രിഫറൻസുകൾ പലതും കയറി വരിക. ഇതല്ലാതെ മോദി അവിടെ ഇരുന്നിട്ട് റിമോട്ട് ഇടുമ്പോഴൊന്നും അല്ല ഇതൊന്നും സംഭവിക്കുക. നമ്മളുടെ ഓരോരുത്തരുടെയും പറഞ്ഞതിനോട് യോജിക്കുന്നു. നമ്മളുടെ ചെയ്തികൾ മോശമല്ല നമ്മുടെ ഭരണാധികാരി ഒരിക്കലും. നമ്മളുടെ ചെയ്തികളാണ് ഇതിനെ തീരുമാനം. നിങ്ങളുടെ മുന്നിലേക്ക് സന്ദീപ് ഉപയോഗിച്ചൊരു വാർഡ് അൽഗോരിതം. അതാണ് ഇപ്പൊ യഥാർത്ഥത്തില് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് എല്ലാ പ്രതിസന്ധിക്കും സമസ്യയ്ക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, ടെക്നോളജി ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണം, നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ടെക്നോളജി തരുന്നുണ്ട്. ഇതാണ് ഞാൻ അനുരാജ് ഉദാഹരണം പറഞ്ഞാൽ, മോഡി ഇപ്പോൾ കർഷകരുടെ ഭാഗത്ത് കുറച്ച് പിന്നോട്ട് പോയി എങ്കിൽ ആ കർഷകരെ സ്വാധീനിക്കാൻ വേണ്ടി
ടാഞ്ചിബിൾ ആയിട്ടുള്ള ചെയ്തിക്ക് അപ്പുറത്തുള്ളൊരു പ്രചരണം കൂടി അയച്ചുവിടും സ്വാഭാവികമായിട്ടും. അതായത് എനിക്ക് ഉറപ്പായിട്ടറിയാം, ഈ പറഞ്ഞ സന്ദീപ് പറഞ്ഞ പോലെ 6000 രൂപയോ 2000 രൂപയോ കൈപ്പറ്റിയ കർഷകന്റെ ഫോണിലേക്ക് മോഡിയുടെ ഒരു സന്ദേശം തീർച്ചയായിട്ടും പോയിരിക്കും. പക്ഷേ ചെറുപ്പക്കാരാ പണ്ടോ നമ്മളെ ഈ 2 കോടിയുടെ തൊഴിൽ പറഞ്ഞു അവരുടെ അടുത്തേക്ക് ഇത്തവണ പോകത്തില്ല, ഒരു മെസ്സേജും പോകും. പേടിക്കണ്ട, അതിലുള്ള ആയതുകൊണ്ട്. അനുരാജ്, ഇത് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ ഒരു വോട്ടറാണ്. അല്ല, എന്റെ ബ്രിട്ടാസെ ആ ആയുധമൊന്നും യേശുന്നില്ല ഈ ഇലക്ഷനിൽ. കഴിഞ്ഞ ഇലക്ഷനിൽ നാം കണ്ട കാണാൻ പോകുന്നത് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല ഇവിടെ ആരും. ഇന്ത്യൻ അതിർത്തിയിൽ കൂടി പോയ ഒരു സൈനിക വ്യൂഹത്തിനകത്ത് ഒരുത്തൻ വണ്ടി ഓടിച്ച് കയറ്റി കൊന്നു എന്ന് പറഞ്ഞാൽ എന്ത് രാജ്യരക്ഷയാണ്? ഞാൻ രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞോട്ടെ, എനിക്കൊരു വിരോധമില്ല. എന്ത് സുരക്ഷയാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയത്? അതൊക്കെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും, അവിടെ ന്യായമായ ചോദ്യമാണ്. ടൈമിംഗ് തെറ്റിപ്പോയി. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആളാണ്, പക്ഷേ ദേശദ്രോഹപരമായ പ്രസ്താവനകൾ അനുവദിക്കരുത്. ദേശദ്രോഹമാണ്. ഈ രാജ്യത്ത് കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിലുള്ള ചോദ്യമാണ്, ചോദിക്കാൻ പാടില്ല. SRSന്റെ ചോദ്യത്തിന് ഉത്തരം തരാനുള്ള ഒരു പ്രാഗൽഭ്യമോ പരിജ്ഞാനോ എനിക്കില്ല. രണ്ടാമത്തെ കാര്യം, സന്ദീപ് അതിന് മറുപടി പറയില്ല, കൊഞ്ഞനും കുത്തി കാണിക്കുകയുള്ളൂ. അതിന് പകരം ഒരാൾ ചോദിച്ച കേട്ടില്ലേ, അവിടെ അമേരിക്കയിലും മറ്റും ചോദ്യമാണ്, സംശയമൊന്നുമില്ല. സോഷ്യൽ മീഡിയയും പുതിയ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ഈ വീട്ടിൽ പോയി ഡേറ്റ കളക്ട് ചെയ്യുന്നതിനോട് എനിക്ക് അതിന് ചെറിയൊരു വിയോജിപ്പ്. അതിന് നമുക്ക് എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്ന് നമുക്ക് ഡേറ്റാസ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു ഏരിയ പർട്ടിക്കുലർ ഒരു ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡേറ്റാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാനുവലി ചെയ്യുന്നതിന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് തന്നെ ഫിൽറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് ഏജ് ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടത്, ഏത് ആൾക്കാരാണ് വേണ്ടത്, ഏത് സ്റ്റുഡന്റ് ആണ്, സാർ ഞാൻ പറയുന്ന ഒരു ചെറിയൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഇപ്പൊ സാറ് ഇന്റർനെറ്റ് ഓൺ ആണ്, സാറിന്റെ ഫോണിൽ ഓൺ ആണ് എങ്കിൽ സാറ് ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്ന കാര്യം, അവർക്ക് പല ആപ്ലിക്കേഷൻസും മൈക്രോഫോൺ യൂസ് ചെയ്ത് അതുവരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് വേർഡ് യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാനൊരു ഐഫോൺ വാങ്ങുന്ന കാര്യം ഇൻ ബിറ്റ്വീൻ കോൺവെർസേഷൻ സാറിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകമാണ് എനിക്ക് എന്റെ ഐഫോണിന്റെ പരസ്യം വരും, ഐഫോണിന്റെ മാർക്കറ്റിംഗ് വരും. അല്ല, ഇത് അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആണ്. ഞാൻ പറഞ്ഞു വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ വളരെ വ്യക്തമാണ്. എനിക്കറിയാം എന്താ കാരണം വെച്ചാൽ ഈ മേഖല ഒരുപക്ഷെ എനിക്ക് കൂടി പരിചിതമായ ഒരു മേഖല ആയതുകൊണ്ട് പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ടാർഗറ്റഡ് ആയിട്ട് വോട്ടർമാരെ പല രീതിയിലും രാഷ്ട്രീയ പാർട്ടികൾ സമീപിക്കും. അതായത് സമീപിക്കും, സ്വാധീനിക്കും. എന്റെ ഒരു ചോദ്യം അതായിരുന്നു. അതായത് സ്വാധീനിക്കുന്നതിലും സമീപിക്കുന്നതിലും ഒരു തെറ്റുമില്ല. ഈ സ്വാധീനവും സമീപനവും ഒരു പരിധിക്കപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തെ എത്ര കണ്ടത് സ്വാധീനിക്കാൻ പോകും. ഇതിനകത്ത് കച്ചവടമുണ്ട്. ഇന്ന് എനിക്കൊരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഒരു ഹോട്ടലിൽ വെച്ച് യാദൃച്ഛിക ഒരാൾ എന്റെ അടുത്തൊന്ന് പരിചയപ്പെടുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാള് ഒന്ന് പരിചയപ്പെടാനിരിക്കുകയാണ്. യാദൃച്ഛികമായിട്ട് കണ്ടത് എന്നാ സംഭവം എന്ന് ചോദിച്ചു. ഇലക്ഷൻ വരുവാണല്ലോ, എനിക്ക് 1-2 കാൻഡിഡേറ്റിന്റെ സോഷ്യൽ മീഡിയ സാധനമുണ്ട്, ഞാൻ എങ്ങനെ സഹായിക്കുന്നതിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പാക്കേജ് ഉണ്ട്. അപ്പൊ എനിക്ക് ആ വർത്താനത്തിൽ മനസ്സിലായി ഒരു കാൻഡിഡേറ്റ് ആരാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെ ഇല്ലാതാക്കാൻ ഞങ്ങളും കൊട്ടേഷൻ എടുത്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ വരാതിരുന്നത്. ആ പണിയാണ് ഷാജൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന് അപകടം. അല്ലല്ല, ബോധപൂർവ്വം പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞു, അയ്യോ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരായിരുന്നത്. ഞാൻ പറയുന്നത് നടക്കത്തില്ല. അപ്പൊ ഒരു കാര്യം ഏറെക്കുറെ വ്യക്തമായല്ലോ, കൊട്ടേഷനുകൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതെ, ഞാൻ കൊട്ടേഷൻ എടുക്കും. എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ ജയിക്കരുതാത്ത സാമൂഹിക വിരുദ്ധരായ ആകത്തില്ലാത്ത ചില ആളുകളെ ടാർഗറ്റ് ചെയ്ത് തന്നെ ചെയ്യും. അത് പണം മേടിച്ചിട്ടുള്ളതല്ല, അത് ജനാധിപത്യത്തോടുള്ള നമ്മുടെ ഇഷ്ടം കൊണ്ടാണ്. അതിന്റെ വ്യാഖ്യാനം എന്തും ആയിക്കോട്ടെ, അത് പണം മേടിച്ചില്ല എന്നുള്ളതുകൊണ്ട് അത് നന്നാവുകയോ പണം മേടിച്ചുകൊണ്ട് അത് മോശമാവുകയോ ചെയ്യുന്നുണ്ടോ ജയകുമാറെ? ഉണ്ടോ?
ഇല്ല. അത് അത്ര ഒരാളെ ടാർഗറ്റ് ചെയ്ത്, അതായത് ആ സമയത്ത് നമ്മൾ ഒരാൾക്ക് പണി കൊടുക്കുന്ന സമയത്ത് വരുന്ന നമ്മൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്ത് അതുകൊണ്ട് നമുക്ക് പ്രയോജനം വരും. അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. അതായത് പണ്ടൊക്കെ മാധ്യമങ്ങൾ ചില്ലറ കൂടെ കിട്ടിയാൽ കുറച്ചുകൂടി നല്ലതല്ലേ? മാധ്യമങ്ങൾ നിഷ്പക്ഷത ബോധപൂർവ്വം പാലിക്കാൻ ശ്രമിച്ചിരുന്നു ഉള്ളിലുണ്ടെങ്കിൽ പോലും. പക്ഷെ ഞാൻ കരുതുന്നത് അങ്ങനെയല്ല. നിഷ്പക്ഷത എന്ന് പറഞ്ഞ കള്ളമാണ്. പക്ഷമുണ്ടാവണം. ആ പക്ഷം പൊളിറ്റിക്കൽ കാരണം കൊണ്ടാവാൻ പാടില്ല. നമ്മൾ എന്ത് നിലപാടെടുത്തിരിക്കുന്നു, അതായത് നമ്മുടെ ഒരു ഉദാഹരണത്തിന് ജനാധിപത്യത്തോടാണ് നമ്മുടെ കുറഞ്ഞ ജനാധിപത്യത്തിൽ ഒരാള് തോൽക്കേണ്ട ആളാണ്, നമുക്ക് തോന്നിയ തോൽക്കേണ്ട ആളാണെന്ന് പറയണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന ഇക്കുറി നിലപാടാണ് കേട്ടോ. ഒറ്റ സെക്കൻഡ്. ഇക്കുറി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 20 മണ്ഡലങ്ങളിലും ആരെയൊക്കെ തോപ്പിക്കണം, ആരെയൊക്കെ ജയിപ്പിക്കണം ലിസ്റ്റ് ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ച് ക്യാമ്പയിൻ ചെയ്യാം. ഓക്കെ അനുരാജ് താരം നിശബ്ദനായിരിക്കുകയാണ്. അനുരാജിനെ ഈ പറഞ്ഞ ഇവരുടെ ബഹളത്തിനിടയ്ക്ക് അനുരാജ് അങ്ങോട്ടും എന്താ പറയാ ഉള്ളിലേക്ക് വലിയാണ്. പറയൂ അനുരാജെ, എന്താണ് അനുരാജിന് പറയാനുള്ളത്? അല്ല, ശരിക്കും ഇപ്പം സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയം സോഷ്യൽ മീഡിയയിലാണല്ലോ സബ്ജക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനിപ്പം ഇതല്ലാതെ നമ്മൾ കുറേ ഓൺലൈൻ വർക്ക്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ എപ്പോഴും ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ മാധ്യമത്തിൽ തന്നെയാണ് ഞാനും എപ്പോഴും ഇരിക്കുന്നത്. 7 മണിക്കൂർ. അതെ. കാരണം ഒരു 7-8 പേജും അതിന്റെ അഡ്മിൻസും അങ്ങനെ കുറെ വർക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകാൻ പറ്റിയത്, ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ ഒരു 60% ആൾക്കാർ മാത്രമേ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുള്ളൂ എന്നാണ്. ബാക്കി 40% രാഷ്ട്രീയത്തോട് നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാരാണ് 40%. അതെ, അങ്ങനെ 40% നിഷ്പക്ഷര് അൺബയസ്ഡ് വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഒരു പക്ഷേ ഈ അനുരാജ് പറഞ്ഞൊരു പോയിന്റ്. എന്താ കാരണം വെച്ചാല് പല തെരഞ്ഞെടുപ്പ് സർവേകളിലും വ്യക്തമായിരിക്കുന്ന കാര്യം, അതായത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറില്ലാതെ സ്ഥാനാർത്ഥികളെ മാത്രം നോക്കുന്ന 34%, 40%. ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് 33% കൃത്യമായിട്ട് വോട്ട് ചെയ്യും. കേരളത്തിൽ 33% രാഷ്ട്രീയമുണ്ട്. കേരളത്തിലാണെങ്കിൽ 20% വോട്ട് ചെയ്യാൻ പോയില്ല. അഖിലേന്ത്യാ തലത്തിൽ 33% വോട്ട് ചെയ്യാൻ പോകത്തില്ല. മറ്റൊരു 33% അങ്ങനെ BJP എന്നോ കോൺഗ്രസിനോ ഒന്നുമില്ല. അന്നേരത്തെ സാഹചര്യം അനുസരിച്ച് അവരെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പോകാത്തവരെയും ഇങ്ങനെ അൺഡിസൈഡ് ആയിട്ടുള്ള വോട്ടേഴ്സിനെ ആയിരിക്കും. അതായത് വോട്ടെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ആ ദിവസം തീരുമാനിക്കുന്ന ആൾക്കാർ കേരളത്തിൽ 7-8% പേരുണ്ടാവും. 8% പേര്. അതായത് അതാണ് ഇപ്പം സർവേകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞങ്ങൾ ഇപ്പൊ ഒന്നും തീരുമാനിക്കാൻ പോകുന്നില്ല, ആ ദിവസമാകുമ്പോൾ പോകുന്നു. ഇവരൊക്കെയാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ടാർഗറ്റഡ് മാർക്കറ്റിംഗിന്റെ ഇരകളോ ഗുണഭോക്താക്കളോ. നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ ഊന്നാൻ ശ്രമിച്ച ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ മുമ്പ് പരിചയിച്ച നമ്മൾ ശീലിച്ച തെരഞ്ഞെടുപ്പ് രീതികളിൽ നിന്ന് നമ്മുടെ രാജ്യം വളരെയധികം മാറിയിരിക്കുന്നു. ഹൈടെക് പ്രചാരണ യുഗത്തിലേക്കാണ് ഈ ജനാധിപത്യ പ്രക്രിയ മാറിയിരിക്കുന്നത്. അത് എത്ര കണ്ട് ജനാധിപത്യ പരിപോഷണത്തിന് ഗുണകരമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വികാസം സൃഷ്ടിക്കാൻ പോകുന്നത്, അതിൻ്റെ ഒരു അതിവരമ്പ് എത്രയായിരിക്കാം. ഇതേക്കുറിച്ച് നമ്മളൊരു അവസാന വാക്ക് പറയാൻ നമ്മൾ ആളല്ല. എങ്കിൽ പോലും ജാഗ്രതയായി ഇരിക്കാൻ നമ്മൾ ജനങ്ങളോട് ഒരു അഭ്യർത്ഥന മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. ഞാൻ മലയാളി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.